Hi friends, welcome back to our Dilsha Amaya Vlogs. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ വള്ളിയുടെ അഞ്ചാമത്തെ സ്കൂട്ടിയുടെ ക്ലാസ് ആണ്. എങ്ങനെയാണ് ഇതുവരെയ്ക്കും അഞ്ചാമത്തെ ക്ലാസ് വരെയ്ക്കുള്ള ഫീഡ്ബാക്ക് ഒന്ന് നമുക്ക് ചോദിച്ചറിയാം. എങ്ങനെയാണ് നമ്മൾ ഇത്രയും ദിവസം ക്ലാസ് എടുത്തത്, ബാലൻസ് ആയതിനെ കുറിച്ചൊന്ന് ചോദിച്ചറിയാം. വാ വള്ളി, നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? പറയൂ വള്ളി, എങ്ങനെയുണ്ടായിരുന്നു ഇത്രയും ദിവസത്തെ ക്ലാസ്? എങ്ങനെയാണ് നമ്മൾ പഠിച്ചു വന്നത്? 4-5 ക്ലാസ് വരയ്ക്കും എങ്ങനെയായിരുന്നു നിന്റെ റൊട്ടീൻ? എങ്ങനെയായിരുന്നു പറയാവോ ഒന്ന്? ഫസ്റ്റ് ദിവസം പേടിയായിരുന്നു, പിന്നെ സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്, ഫോർത്ത് ക്ലാസ് എല്ലാം പോകുമ്പോൾ ശരിയായി. പേടിയെല്ലാം മാറിയിട്ട് നല്ലൊരു ധൈര്യം വന്നു. പറഞ്ഞ പോലെ ചെയ്യുകയും ചെയ്ത് നല്ലൊരു സ്റ്റഡിയായി. സൈക്കിൾ ബാലൻസ് ഉണ്ടായിരുന്നോ? ഇല്ല, ഇതിനു മുന്നേ സൈക്കിൾ ബാലൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? ഇപ്പൊ നമുക്ക് സ്കൂട്ടി എടുത്ത് നല്ല രീതിയിൽ പോകാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട് അല്ലേ? ബാലൻസ് ആയി, ഒരുവിധം ബാലൻസ് ആയിട്ടുണ്ട്. ഇനിയും നമ്മൾ എന്ത് ചെയ്യണം? 5 ദിവസത്തെ ക്ലാസ് മാത്രമല്ല, ബാലൻസ് ഇനിയും കുറച്ചും കൂടി പ്രാക്ടീസ് ആയിട്ട് മാത്രം നമ്മൾ മെയിൻ റോഡിലേക്കെല്ലാം വണ്ടി എടുത്തിട്ട് പോകാൻ ട്രൈ ചെയ്യാൻ പോകും. ഓക്കെ, ബാലൻസ് ആയി എന്നുള്ളത് ശരി തന്നെ, പക്ഷെ നമ്മൾ എന്നാലും ബാലൻസിങ് കറക്റ്റായി വീഴാത്ത രീതിയിൽ ഇനിയും പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഒന്നുകൂടി ഇന്നത്തെ ക്ലാസ് എടുക്കാം. ഓക്കെ, ബാ. നമ്മൾ സ്ട്രാപ്പെല്ലാം ഇട്ടു, ഹെൽമെറ്റിന്റെ സ്ട്രാപ്പ് കറക്റ്റായിട്ട് ഇട്ടോ. ഇനി സ്റ്റാൻഡ് എടുക്കാം കറക്റ്റായിട്ട്. കീ ഓൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഇൻഡിക്കേഷൻ ഓൺ ആയിട്ടുണ്ട്, അതൊന്ന് അമർത്തി കൊടുക്കുമോ? ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ പോകണം. ആക്സിലേറ്റർ അധികം കൊടുക്കരുത്. ഓക്കെ, നമ്മുടെ വള്ളി നല്ല രീതിയിൽ തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. കാല് മുകളിലേക്ക് തന്നെ വെച്ചിട്ടുമുണ്ട്. ഈ രീതിയിൽ തന്നെ ആയിരിക്കണം മൂവിങ്. 5th ഡേ ക്ലാസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ടൈമിൽ ഇങ്ങനെ തന്നെ ചെയ്യണം. ടേൺ ആക്കലും നല്ല രീതിയിൽ തന്നെ ടേൺ ആക്കാനെല്ലാം പഠിച്ചു. ആള് നല്ല നീളമില്ല, അധികം നീളമൊന്നുമില്ല, കാല് നിലത്ത് ടച്ചാവാത്ത രീതിയിലാണ് ഉള്ളത് കാല്. എന്നാലും അവള് 5ാമത്തെ ക്ലാസ്സിൽ തന്നെ ബാലൻസ് ആക്കിയിട്ടുമുണ്ട്. പിന്നെ അതേ പറയേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആക്സിലേറ്ററിൻ്റെ പവർ അധികം കൊടുക്കാതിരിക്കുകയാണ് വേണ്ടത്. ആക്സിലേറ്റർ സ്പീഡിൽ കൊടുക്കാതെ അത്യാവശ്യം മൂവിങ് ആക്കുക. മൂവിങ് ആക്കലും ആക്സിലേറ്ററിന് വേഗം തന്നെ കൺട്രോൾ ആക്കിയിട്ട് ബ്രേക്ക് ആക്കലും ആണ് വേണ്ടത്. ആ രീതിയിലായിരിക്കണം നമ്മൾ ആക്സിലേറ്ററിൻ്റെ പവർ കൊടുക്കുന്നത്. ആ രീതിയിലാണെങ്കിൽ മാത്രം നമ്മൾ വേഗതയിൽ നമ്മൾ പഠിക്കാൻ പറ്റുള്ളൂ. നമുക്കിവിടെ ടേൺ ആണ് അധികം വേണ്ടത്, പഠിക്കേണ്ടത്. നമ്മുടെ കൂർഗിൽ ടേൺ ആണ് വേണ്ടത് അധികവും. കംപ്ലീറ്റ് ആയിട്ട് ഒരു 100 മീറ്റേഴ്സ് അല്ലെങ്കിൽ 200 മീറ്റേഴ്സ് അകലേക്കെല്ലാം ഫുൾ ടേൺസ് ആണ് നമുക്ക് വരുന്നത്. ഈ റോഡ് തന്നെ കാണാം. ഈ രീതിയിൽ തന്നെയാണ് നമുക്ക് അധികവും റോഡ്സ് എല്ലാം ഉള്ളത് ഇവിടെ. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ തന്നെ ആവണം. നല്ല രീതിയിൽ പഠിച്ച് ഒരു 5 ഡേയ്സ് ക്ലാസ് കിട്ടിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഗ്രൗണ്ടിൽ പോയിട്ട് നല്ല രീതിയിലൊരു 4-5 ഡേയ്സ് ഗ്രൗണ്ടിലും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ മെയിൻ റോഡിൽ പഠിക്കാൻ സാധ്യതയുള്ളൂ. ഇല്ലെങ്കിൽ ബൈ ചാൻസ് അവിടെ നമ്മൾ എവിടെയെങ്കിലും മെയിൻ റോഡിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ലെഫ്റ്റോ റൈറ്റോ ചെരിഞ്ഞിട്ട് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പിന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറുകയില്ല. നമുക്കത് കൺട്രോളാക്കി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ഗ്രൗണ്ടിൽ തന്നെ പഠിക്കാൻ ട്രൈ ചെയ്യുക. വള്ളി, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ്? ഓക്കെ ആയിരുന്നു അല്ലേ? നമ്മുടെ അടുത്ത ക്ലാസ്സസും പുറകിൽ വരുന്നോണ്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും സീ യു.